വൈകുന്നേരം ഒരു ചായയൊക്കെ കുറിച്ച് കുത്തിയിരുന്നപ്പോൾ ആ ബോർഡി മാറ്റാൻ ഇങ്ങോട്ടെല്ലാം പോയാലോ എന്നൊരു ഐഡിയ തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചടപടെ എല്ലാവരും റെഡി തൊട്ടടുത്തുള്ള ഈവനിങ് മാർക്കറ്റിലോട്ട് വെച്ച് പിടിച്ചു. ബുക്ക് ചെയ്ത് ഓട്ടോ ചേട്ടന്മാർ കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് ഒട്ടും ലേറ്റ് ആകാതെ ഞങ്ങൾ 2 ഓട്ടോയിലായിട്ട് ആ സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു. ഓൺ ദ വേയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതാ അങ്ങോട്ട് നോക്കൂ, അതാ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഓട്ടോയുടെ നേരെ മുമ്പിലുള്ള ഹില്ലിൽ ഒരു അടിപൊളി വ്യൂ കണ്ടു. വിരാറിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടെമ്പിൾ ആയിട്ടുള്ള ജീവദാനി ടെമ്പിൾ ആയിരുന്നു അത്. 100-ലധികം വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. ഹില്ലിൻ്റെ ടോപ്പിലായതുകൊണ്ട് തന്നെ 1300-ലധികം പടികൾ ചവിട്ടി വേണം ടെമ്പിളിലെത്താനായിട്ട്. ഇപ്പോൾ ടെമ്പിളിലേക്ക് പോകാൻ കുറച്ചുകൂടി ഈസിയാണ്. കേബിൾ കാർ പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. ടെമ്പിളിൻ്റെ സൈഡിൽ മറ്റൊരു വശത്തൊരു പാറയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് റോമൻ എഴുതിയിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓട്ടോ ഇറങ്ങി ഞങ്ങൾ നേരെ ട്യൂസ്ഡേ മാർക്കറ്റിനുള്ളിലേക്ക് കയറി. ഏകദേശം ഒരു 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു മാർക്കറ്റാണ് ട്യൂസ്ഡേ. അങ്ങോട്ട് ചെന്ന് കയറിയപ്പോഴത്തേക്കും ഇവിടെ എന്ത് കിട്ടും എന്നൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ എന്താ കിട്ടാത്തത് എന്നൊരു ചിന്തയിലാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ചീപ്പായിട്ടുള്ള പ്രൈസിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് മജോറിറ്റിയാണ് കാണാൻ പറ്റിയത്. പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്യാനില്ലെങ്കിലും ചുമ്മാ അതിൽ കറങ്ങി നടക്കാനൊരു രസമായിരുന്നു. അന്നേരമാണ് കറക്കം കൂടുതൽ രസകരമാക്കാൻ കള്ളന്മാർ വന്ന് ബാഗും പേഴ്സും മൊബൈലൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഇൻഫർമേഷൻ ആൻറ്റി ഇടുന്ന് കിട്ടിയത്. അതോടെ ആ കറക്കത്തിൻ്റെ രസം ഇച്ചിരി കുറച്ച് ഞങ്ങൾ കൂടുതൽ അലേർട്ടായി. എൻ്റെ ഹിന്ദി കൂടുതൽ നന്നായി പോയതാണോ അതോ അവർക്ക് ഹിന്ദി അറിയാൻ മേലാണ്ടാണോ അറിയത്തില്ല. ഞാൻ പറഞ്ഞൊന്നും കാര്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു ഷോപ്പിംഗ് ഏരിയ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ബിന്ദുപ്പണിക്കരുടെ ഡയലോഗാണ്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഈശ്വര, ഞാൻ എന്തൊക്കെ എടുക്കാം ദൈവമേ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫ്ലവേഴ്സിൻ്റെ ഏരിയയിലെത്തി. വളരെ ചെറിയ റേറ്റിലാണ് ഏത് തരം ഫ്ലവർ വേസുകളും ഫ്ലവേഴ്സും ബൊക്കേറ്റ്സും ഒക്കെ കിട്ടുന്നത്. ഹെയർ ആക്സസറീസ് ഒക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ മെനക്കെട്ട് നിന്ന് കുറച്ചെണ്ണമൊക്കെ പറക്കിയെടുത്തു. ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ ഒന്നിനെക്കാട്ടിലും ഭംഗിയാണ് അടുത്തതിന്. അപ്പോൾ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായി. അങ്ങനെ എല്ലാം എടുത്ത് പിടിച്ച് കുറേ നേരം ഞങ്ങൾ കൺഫ്യൂഷൻ അടിച്ചോടെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് കയ്യിലെടുത്ത് പിടിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ ഒരു ആൻറ്റിയോട് ഇതിൽ ഏതാ വേണ്ടതെന്ന് ചോദിക്കണ ഗ്യാപ്പിൽ ഒരു ചേച്ചി പുറകെ കൂടെ ഒന്ന് ഒളിഞ്ഞ് നോക്കണമുണ്ട്. പക്ഷെ അന്നേരം ഞാനൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ മുമ്പോട്ട് കടന്ന് ഒത്തിരി ഏരിയാസും ഷോപ്സും ഒക്കെ കവർ ചെയ്ത് നമ്മൾ ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ കാണുന്നത് പഴം പച്ചക്കറി ഇത്യാദികളുടെ ഒരു ഏരിയയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കിട്ടുന്നതൊക്കെ. അങ്ങനെ ലാസ്റ്റ് പല സൈഡിലായിട്ട് ഷോപ്പിങ്ങിന് പോയി എല്ലാവരും ഇങ്ങോട്ട് പുറത്തിറങ്ങി ഒത്തുകൂടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് എല്ലാവരും ഉണ്ടെന്ന് അറ്റൻഡൻസ് ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് ഫ്ലാറ്റിലേക്ക് പോയി.